അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നാ ലില്ലാഹ്. നാം ഒരിക്കലും തന്നെ കേൾക്കാനും കാണാനും ആഗ്രഹിക്കാത്ത വാർത്തകളാണ് ദിനേന നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുകയും അതിൻ്റെ ഇടയിലേക്ക് അമേരിക്കയും കൂടി കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു വലിയ പ്രത്യാഘാതങ്ങൾ നമുക്കൊന്ന് ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. വേറൊരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കൂട്ടം ആളുകളും ഉണ്ടാവുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു യുദ്ധമുഖം കണ്ടുകൊണ്ട് സന്തോഷമടയുന്ന ചില ആളുകളും നമുക്കിടയിലുണ്ട് എന്നുള്ള വസ്തുത നാം മറക്കരുത്. ഒരിക്കലും തന്നെ മനുഷ്യത്വമുള്ള മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഒരിക്കലും തന്നെ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ രാജ്യക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ധാരണകളും പല ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഇവിടെ തകരുകയാണ്. ഇന്ത്യക്കാരായ കേരളക്കാരായ നമ്മളൊക്കെ ആലോചിക്കുന്നത് അത് ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ അമേരിക്കയും തമ്മിലുള്ള ആ ഒരു യുദ്ധമല്ലേ, അതുകൊണ്ട് നമുക്കെന്താ പ്രശ്നം എന്നുള്ളതാണ്. അങ്ങനെയല്ല, പല ബന്ധങ്ങളും പല രാജ്യക്കാർ തമ്മിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളുണ്ട്, കച്ചവട ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അവിടെയും ഇവിടെയും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ പരസ്പരം യുദ്ധം ഒന്ന് ഗുഹരമായിട്ട് നടക്കുകയാണെങ്കിൽ ഓരോ രാജ്യക്കാരും പരസ്പരം അവരുടേതായ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കുവരവുകൾ അവിടെ നിലച്ചു പോവുകയാണ്. എയർപോർട്ട് പോലത്തെ സംവിധാനങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടാവുകയാണ്. അതുപോലെ തന്നെ പല ചരക്കുകൾ പല ഭക്ഷണ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് തൽക്കാലം അവിടെ തടസ്സപ്പെടുകയാണ്. നമുക്ക് ഭക്ഷണ ലഭ്യത കുറഞ്ഞു പോവുകയാണ്. അങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം വഴിമുട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ വസ്തുക്കൾക്കും വില കൂടുകയാണ്. എണ്ണയാകട്ടെ മറ്റുള്ള വസ്തുക്കളാകട്ടെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ കൈമാറ്റങ്ങളൊക്കെ അവിടെ തൽക്കാലം അവിടെ നിലച്ചു പോവുകയും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കളുള്ള ഓരോ ഭക്ഷ്യവസ്തുക്കളും അവിടെ നിലച്ചു പോവുകയും നമ്മുടെ വരുമാനം കുറവും ഭക്ഷണ വസ്തുവിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ആ വസ്തുക്കളുടെയൊക്കെ വില കൂടുകയും ചെയ്യുമ്പോൾ ഓരോ രാജ്യക്കാരും അത് പ്രയാസം അനുഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഒരിക്കലും തന്നെ നാം യുദ്ധം ആഗ്രഹിക്കരുത്. ആ യുദ്ധം ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ്, ആ ഒരു ദുആ ആണ് പ്രത്യേകിച്ച് മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ലോകത്ത് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാന്തിയും സമാധാനവും അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ആ ഒരു സൗഹൃദം ഇന്ന് വരെ നിലനിന്നതുപോലെ ഇനി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ മതസ്ഥർക്കും അതിൻ്റെതായ രൂപത്തിൽ പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ എല്ലാ നിലക്കുള്ള ഇസ്സത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു യുദ്ധമുഖങ്ങൾ അവസാനിപ്പിച്ച് പരസ്പരം നല്ല സമാധാനത്തോടുകൂടെയുള്ള ഒരു അന്തരീക്ഷം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെ ഇതുവരെ നിലനിന്നതുപോലെ ഇനിയും ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കണം, സൗഹാർദ്ദം നിലനിൽക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.